ഹേ ഗായ്സ്, വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ. കുറേ കാലമായിട്ടോ ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടിയിട്ട്. ഏതാണ്ട് ഒരു 4 വർഷമെങ്കിലും ആയി കാണും. കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ഒന്ന് കൂടിയത്. അതിനുശേഷം താണ്ട ഇപ്പോഴാട്ടോ. ഇവരെല്ലാവരും എൻ്റെ 12th ഫ്രണ്ട്സ് ആട്ടോ. അതല്ല കേട്ടോ, ഇതാണ് അടിപൊളി ഗെറ്റ് ടുഗെദർ ആയിരുന്നു. പിള്ളേരും എല്ലാവരും കൂടെ ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു. ഏതാണ്ട് ചിൽഡ്രൻസ് പാർക്കിൽ പോയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ആ പായ്ക്കകത്ത് പൊന്നൂന് ഉരുട്ടി പിടിച്ച് വെച്ചേക്കുക കേട്ടോ, 3 ആളും കൂടെ. ഞങ്ങൾ 6 പേരുണ്ടെങ്കിൽ അതിനേക്കാളും ഡബിൾ ഇരട്ടി പവറിലായിരുന്നു കേട്ടോ ആ കുട്ടിപ്പെട്ടാളങ്ങൾ. പ്രത്യേകിച്ച് മിയക്കുട്ടി. അവളാണെങ്കിൽ ഏതാണ്ട് ഗുണ്ടാ നേതാവിനെ പോലെ എല്ലാം കൈക്കലാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. സ്വന്തം വീട് പോലെ കണ്ടാൽ മതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെയായിരുന്നു അവളുടെ അവസ്ഥ. കയറി ചെന്നപ്പോഴേ എൻ്റെ വീടെന്നുള്ള രീതിക്കായിരുന്നു. എവിടെയാണ് കളിപ്പാട്ടങ്ങളിരിക്കുന്നത്, എവിടെയാണ് ഐറ്റംസ് ഇരിക്കുന്നതെന്നൊക്കെ അവൾക്ക് നല്ല ധാരണയുള്ള പോലെയായിരുന്നു. ഇങ്ങോട്ട് വാ. ഇനി ഒരു ഫാമിലിയും കൂടെ വരാനുണ്ട് കേട്ടോ. അവർ അയർലൻഡിലാട്ടോ. അവർ ഓൾറെഡി നാട്ടിൽ ലീവിന് വന്നിട്ട് തിരിച്ചു പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാട്ടോ അവർക്ക് വരാൻ പറ്റാണ്ടായത്. മിയക്കുട്ടിയുടെ പാകത്തിനനുസരിച്ച് മിയക്കുട്ടിയെ കിട്ടിയത് പൊന്നൂസിനെ കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ഇവർക്ക് 2 മാസത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവളുടെ കുരുത്തക്കേട്ടതിന് കൂട്ടു നിൽക്കാൻ പൊന്നൂസായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. രാത്രിയിലൊന്നും ഉറങ്ങാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വണ്ടി മീകുട്ടി വരുന്നില്ലേ? ഞങ്ങള് ചാച്ച പോയണേ മീകുട്ടാ, ഞങ്ങളും ചാച്ച പോവാട്ടോ. ഇപ്രാവശ്യം എന്നാണെങ്കിലും ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ഇവരായിരിക്കും. അങ്ങനെ ഈ വരവോടുകൂടി നമ്മുടെ മിയക്കുട്ടിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഇനി ഇതുപോലൊരു ഗെറ്റ് ടുഗെദർ എന്നാന്നറിയത്തില്ല. എന്നാണേലും അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.